ഹലോ ഗൈസ്, അപ്പോൾ എനിക്കിപ്പോൾ ഇനി പറയാനുള്ളത് വിശ്വാസവഞ്ചനയെ പറ്റിയാണ് കേട്ടോ. നമുക്ക് ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അയാളെ വിശ്വസിച്ച് ഒരിക്കലും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും മണ്ടനോ ആയിക്കൊണ്ടിരിക്കരുത്. ദൈവത്തോട് സ്റ്റോപ്പ് ചെയ്യുക. നമുക്കൊരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെയാണ്. പിന്നെ എത്ര വർഷം കഴിഞ്ഞാലും ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായ സ്വഭാവങ്ങളായിരിക്കാം, ബോണായിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊരിക്കലും ഒരാളെ കൊണ്ട് അവനവൻ വിചാരിക്കാതെ മറ്റൊരാളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം, നമ്മൾ ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ ദൈവത്തോർത്ത് പിന്നെ അവർ വിശ്വസിക്കാതിരിക്കുക. നമ്മളുടെ വിശ്വാസത്തെ ഒരാൾ ചോദ്യം ചെയ്താൽ, നമ്മളൊരാളോട് നമ്മുടെ ലൈഫിലുണ്ടായ ഒരു കാര്യം വിശ്വസിച്ച് പറഞ്ഞിട്ട് അവർ നമുക്കിട്ട് പണിതിട്ടുണ്ടെങ്കിൽ ദൈവത്തോർത്ത് അവരെ പിന്നെ വിശ്വസിച്ച് നമ്മുടെ ലൈഫിലുള്ള ഒരു കാര്യവും പറയരുത്. കാരണം നമുക്ക് 8ൻ്റെ പണികൾ കിട്ടി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ നല്ലതോർത്തായിരിക്കും പറഞ്ഞത്, നമ്മുടെ ആ സമയത്തൊരു വിഷമം കൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞത്. അപ്പോൾ വിശ്വാസവഞ്ചന അത് ഈ വർഷം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. വിശ്വാസവഞ്ചന ഒരിക്കലും അനുവദിക്കരുത്. അതുകൊണ്ട് അങ്ങനെ നമ്മളോട് ആരോടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോടുത്ത് അവരെ വീണ്ടും വിശ്വസിച്ച് കൂടെ പോയി വീണ്ടും പറ്റിക്കപ്പെടരുത്. ഓക്കെ.